ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നൊരു അടിപൊളി ലഞ്ചായാലോ? നമുക്ക് സാമ്പാർ, ഉപ്പേരി, നല്ലൊരു ഫ്രൈ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഉപ്പേരി റെഡിയാക്കാം. ചീരയുടെ ഉപ്പേരി കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ചീര നല്ലോണം കഴുകിയെടുത്ത്, ഒരു പിടി ചീര കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകിയിട്ട് ചെറുതാക്കി അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതാ ചെറുതാക്കി അങ്ങ് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ പൊടികളായ മഞ്ഞൾ പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, പാകത്തിനൊപ്പം ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് നല്ലോണം ഞെരണ്ടി കൊടുക്കുക. ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂണ് കടുകും, ഒരു വറ്റമുളക് കട്ട് ചെയ്തതും, പിന്നെ 2-3 വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഞെരണ്ടി വെച്ച ആ ചീരയും കൂടി ചേർത്ത് ചെറിയ തീരങ്ങ് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതിയല്ലോ. ചീര പെട്ടെന്ന് തന്നെ ഉപ്പേരി റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ കേട്ടോ. അടുത്ത നമുക്ക് സാമ്പാർ റെഡിയാക്കാം. ആ കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പരിപ്പ് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, പിന്നെ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് ഒരു 4 വിസിൽ വരുന്നേരം വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച സാമ്പാറല്ലേ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി ചുരണ്ടിയതും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 2 വറ്റമുളകും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് സാമ്പാർ പൊടി, മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, ഓരോ ടീസ്പൂൺ വീതം. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂക്കുന്ന വരെ, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മുടെ തേങ്ങ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ബ്രൗൺ കളർ ആയപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടോ. ഇതിന് കുക്കർ തുറന്ന് നോക്കി കണ്ട കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ തേങ്ങ നല്ലോണം അരച്ചിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് തിളച്ചു കൊടുക്കട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കണം കേട്ടോ. പുളി കുറവാണെങ്കിൽ പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാർ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അടിപൊളി സാമ്പാർ കേട്ടോ, വറുത്തരച്ച നല്ല അടിപൊളി സാമ്പാറാണ്. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കുവാണ്. അപ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തു. 2 വറ്റമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നേരെ ഇത് സാമ്പാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി. അടുത്ത നമുക്ക് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം അല്ലേ. 2 വഴുതനനെ കൊണ്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ടായിട്ട് വഴുതനങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വഴുതനങ്ങ നമുക്ക് കറിയിലൊന്നും ഇട്ടാൽ അത്ര ടേസ്റ്റ് ആവില്ലല്ലോ, എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇതേപോലെ ഫ്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ്. വഴുതനങ്ങ കഴിക്കാത്തവരും കഴിക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ വഴുതനങ്ങയൊക്കെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീനിലൊക്കെ പുരട്ടൂലേ, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് പുളിവെള്ളവും കൂടി ചേർത്ത് നമ്മൾ ഈ പുളിവെള്ളത്തിലാട്ടോ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ നല്ലോണം പുരട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ. അങ്ങനെ പാനിലേക്ക് വെളിച്ചെണ്ണയൊക്കെ വെച്ച് കൊടുത്തു. നമ്മുടെ ഓരോ വഴുതനങ്ങ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന അതേപോലെ തന്നെ ഈ വഴുതനങ്ങയും പറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിപ്പോൾ ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കേട്ടോ. ഞാനിതൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. നമ്മൾ വെണ്ടക്ക പോലെ തന്നെയാണ്, പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടിഫിനിലേക്ക് ഞാനിതാ ചോറൊക്കെ വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ചീര ഉപ്പേരിയും കൂടി വെച്ച് കൊടുക്കുവാണ്. പിന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, മീൻ ഫ്രൈ പോലെയല്ല ഇത് കാണുമ്പോൾ, അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാത്ത കുട്ടികൾ ഇതുപോലെ കൊടുത്താൽ കഴിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ സാമ്പാറും കൂടി ഞാനിതാ ഈ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.